ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഷാപ്പിലെ തലക്കറി ഉണ്ടാക്കിയല്ലോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി കിട്ടിയിരിക്കുന്നത് ഒരു അടിപൊളി മീനാണ് കേട്ടോ. ഇത് സൂതയാണ് ഗൈസ്. നിങ്ങൾ അവിടേക്ക് എന്താ ഇതിന് പറയാന്ന് പറയണം കേട്ടോ. ഇതിന്റെ വലുതിനെ കേര എന്ന് പറയും. അപ്പോൾ ഇത് സൂതയാണ്. അപ്പോൾ സൂത തല കൊണ്ട് നമുക്കൊരു അടിപൊളി ഷാപ്പിലെ തലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ മീൻ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് തല ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു അടിപൊളി തലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇതാ പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സൂതത്തല എടുത്തിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ എല്ലാ ഭാഗവും മറിച്ചിട്ട് വേവിക്കണം. കാരണം കുറച്ച് വലിയ തലയായതുകൊണ്ട് എന്നാലേ ഫുള്ളായിട്ട് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ച് കറി അതിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷാപ്പിലെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.